നമുക്കറിയാമല്ലോ, പഴയ ഉടമ്പടി 3 തരമുണ്ട്. പഴയ നിയമകാല ഉടമ്പടിയുണ്ട്, മൊസൈക്ക് ഉടമ്പടി, മൊസൈക്ക് കവനൻ്റ്. പിന്നെ പുതിയ കാല ഉടമ്പടി, ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെ ഉള്ള വീണ്ടെടുപ്പും കർത്താവ് സ്ഥാപിച്ച പുതിയ ന്യൂ കവനൻറ്റും. അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ ഈ അപ്പം ഭക്ഷിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ നമുക്ക് പകിച്ച് വിധിച്ച് നൽകുന്ന കൃപാന എന്ന ഉടമ്പടി, അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ്. അപ്പം നിത്യജീവന് വേണ്ടിയാണ് നമുക്ക് കയ്യിലത്തെ സഭാസാരം കേണ്ടായി പോകാനല്ലേ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. നമുക്ക് നഷ്ടപ്പെട്ട പ്രസാദവരം വീണ്ടെടുത്തിട്ട് ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ വരപ്രസാദ മഹത്വപൂർണ്ണമായി കഴിയാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? അനുദിന ജീവിതത്തിന് വേണ്ടിയാണ് അമ്മയുടെ സാന്നിധ്യം വരണത്. എന്താണ് വേണ്ട സമയം? വേണ്ട സമയം എന്താണ്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സമയം. അതാണ് കാനായിലെ കല്യാണം എന്ന് പറയണത്. അവർക്ക് വീഞ്ഞില്ല, അവന് ജോലിയില്ല, അവളുടെ ഭർത്താവ് മരിച്ചുപോയി, അവൾക്കും കുഞ്ഞുങ്ങൾക്കും വരുമാനമില്ല, അവൻ്റെ കുഞ്ഞിന് ഓട്ടിസമാണ്, അവൾക്ക് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരാളെ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. ദൈവമാണ് നിശ്ചയിച്ചിരിക്കണത്. ആ ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ് സമയം ആയില്ല എന്ന് ഈശോയ്ക്ക് അറിയാമെങ്കിലും അമ്മയാണ് സമയം നിശ്ചയിക്കണത്. അമ്മ ഒരാളുടെ ആവശ്യം കൊണ്ട് വന്നാൽ അപ്പോഴാണ് സമയമാകണത്. സമയം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ഏജൻ്റാണ്, ഒരു നോഷനാണ് ടൈമെന്ന് പറയണത്. ഇത് സമയം പൂർത്തിയായി അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതുതന്നെയാണ് അമ്മയും കൊണ്ട് വരുമ്പോഴും പറയും സമയം ആയിട്ടില്ല എന്ന് പറയണത്. അപ്പോൾ അമ്മ സമയമായതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ഇല്ലായ്മ യേശുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് എപ്പോഴാണ് മെറിറ്റ് ലോസ് ചെയ്യണത് അപ്പം നമ്മുടെ കൃപയുടെ സമയമായി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്താണ്? ഉടമ്പടി ഫോക്കസ് എന്താണ്? ടൈമാണ് ഫോക്കസ് ചെയ്യണത്. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം, നമ്മുടെ ഒരു പ്രാർത്ഥനകളും ടൈമിനെ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന കണ്ടൻറ്റ് ടൈമാണ്. ടൈമല്ലേ? ശരി, ഇപ്പോൾ ഇന്നലെ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് കുറേ കുഞ്ഞുങ്ങൾ പറഞ്ഞു വെച്ചാൽ ലാസ്റ്റ് ചാൻസ് ആണെന്ന്. അത് ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റും ലാസ്റ്റും ടൈമാണ്. അതാ സംഭവം. ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. സുവിശേഷത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. മദറിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. മദർ വന്ന് ഈശോനോട് പറയും, അപ്പോൾ ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും. ആയില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ ആവശ്യം നിറവേറ്റണത്? അപ്പോൾ സമയമാക്കിയത് ആരാണ്? അമ്മയല്ലേ? അപ്പോൾ അമ്മയാണ്. അപ്പോഴേ ഈ സമയത്തിൻ്റെ ദൈവത്തിൻ്റെ പരിഗണനയിരുന്ന സമയത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് പിടിച്ചിറക്കി കൊണ്ടുവരികയും സമയത്തിൻ്റെ പൂർണ്ണതയാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഏജൻറ് റോളുള്ളത് അമ്മയ്ക്കാണ്. ഇതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട റെഫറൻസ്.
ഇനി ഈശോ വരുമ്പോഴും എന്താ പറയണത്? സമയം പൂർത്തിയായി, അതുകൊണ്ട് അനുദപിക്കണം. പിന്നെന്ത് ചെയ്യണം? സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് എൻ്റെ അർത്ഥം. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ്. അപ്പം സമയം പൂർത്തിയാകണം എപ്പോഴാണ്? നമ്മളുടെ മെരിറ്റ് എപ്പോൾ ലോസ് ചെയ്യുന്നു, അപ്പം സമയം പൂർത്തിയായി. എന്തിൻ്റെ സമയം പൂർത്തിയായി? കൃപയുടെ സമയം പൂർത്തിയായി. കൃപയുടെ സമയം എന്ന് പറയുന്നത് എന്താണ്? നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമയം പൂർത്തിയായി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കൃപയുടെ സമയം വിവേചിച്ചറിയുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയേ 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. അപ്പം കൃപയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ കൃപയുടെ സമയമാണ് പൂർത്തിയാകണത്. കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ്? അതുകൊണ്ടാണ് നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്നത്. കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ്? പരിശുദ്ധ അമ്മയാണ് ആ പൂർത്തിയാക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസകാലം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ കാലമല്ല. ഇറ്റ് ഈസ് ഗുഡ് ബൈ. മനസ്സിലായില്ലേ? അത് കൃപയുടെ കാലമാണ്. ഇപ്പം യേശു മർക്കോസ് 1:15 എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുദപിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിൻ്റെ വിഷയമില്ല. പിന്നെ എന്താണ്? പിന്നെ കൃപ. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യണില്ല. പാപത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോഴേ പിന്നെ നമ്മൾ എന്താ ചെയ്യണം? പാപത്തേക്കാൾ ഉപരി നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യും? കൃപയെ ഫോക്കസ് ചെയ്യും. ഈ കൃപയുടെ സമയത്തിലാണ് നമ്മൾ വിശ്വാസ ജീവിതം നയിക്കണത്. കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയേ 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. രാജരാജ രാജാധിരാജ പാടി പുകഴ്ത്തിടുമേ, ദിനവും വാഴ്ത്തി പുകഴ്ത്തിടുമേ. രാജരാജ രാജാധിരാജ പാടി പുകഴ്ത്തിടുമേ, ദിനവും വാഴ്ത്തി പുകഴ്ത്തിടുമേ. റോമ 6:14 കൃപയുടെ സമയത്തെക്കുറിച്ച് പറയുന്നതാണ്. പലപ്പോഴും നമ്മൾ പാപത്തെയാണ്, ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടും നമ്മൾ ക്രിസ്തുവിനേക്കാൾ ഉപരി പാപത്തെ ഫോക്കസ് ചെയ്യുന്ന ആധ്യാത്മികതയുണ്ട്. അതും ആധ്യാത്മികത തന്നെയാണ്. പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി അത് കുറച്ച് ഡിഗ്രി കുറവുള്ളതാണ്. കാര്യം ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്താൽ പിന്നെ പാപത്തിന് പരിഹാരം ചെയ്തവനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപത്തെ, ലോകത്തെ ജയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്തെ ജയിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ്? പാപത്തിന് പകരം നമ്മൾ കൃപയെ ഫോക്കസ് ചെയ്യും. മനസ്സിലായില്ലേ? ഫോക്കസിങ്ങിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഉടമ്പടിയിലുള്ളവർ കൃപയെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 6:14. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നിട്ട് പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. പാപം പാപം
നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പഴയ നിയമ ഉടമ്പടിയെല്ലാം നിയമത്തിന് കീഴിലാണ്, കൃപയ്ക്ക് കീഴിലല്ല. പഴയ നിയമ ഉടമ്പടിയുടെ ഒരു പോരായ്മ അതെല്ലാം നിയമത്തിന് കീഴിലാണ്, കൃപയ്ക്ക് കീഴിലല്ല. പുതിയ നിയമ ഉടമ്പടിയിൽ എന്താണ്? കൃപയ്ക്ക് കീഴിലാണ്. എന്താ കാര്യം? ക്രിസ്തു നേടിയെടുത്ത കൃപ ടാപ്പ് ചെയ്യാൻ പറ്റൂ, എങ്ങനെ പറ്റൂ, അതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെ പാപം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമെന്നല്ല, അതൊരു ഡൗൺ റോഡായിട്ടുള്ള ഒരു അർത്ഥമാറ്റിക് ആയിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ്. ജിയോമെട്രിക്കൽ ആധ്യാത്മികത വേണം. ക്ഷേത്രഗണിത പ്രകാരമുള്ള ഇപ്പോൾ ഒരു സൈക്കിള്, ഒരു വിമാനം, രണ്ടും ലക്ഷ്യത്തിലെത്താൻ പറ്റുമായിരിക്കും വേണമെങ്കിൽ. ഇപ്പം എൻ്റെ സഹോദരൻ, എൻ്റെ ഒരു സഹപ്രവർത്തകൻ, ഇപ്പോൾ അദ്ദേഹം സൈക്കിളിന് തിരുവനന്തപുരത്ത് നിന്ന് ഗോവ വരെ പോയി. 2 മാസം എടുത്തതേ ഉള്ളൂ. ഗോവയിൽ പോകണമെങ്കിൽ 2 മണിക്കൂർ മതി. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്താൽ സൈക്കിളിന് പോകണ പോലെ ഇരിക്കും. കൃപയെ ഫോക്കസ് ചെയ്താൽ നമ്മൾ എന്ത് പത്രം കൊടുത്താലും കൃപ വേണമെന്ന് പറയണം. രോഗിയെ പോയി കണ്ടാലും ക്രിസ്തു നീ എടുത്തത് കൃപയിൽ എന്നെ പങ്കാളിയാക്കണം. കൃപയെ ഫോക്കസ് ചെയ്താൽ വിമാനത്തിൽ പോണ പോലെ ഇരിക്കും. 2 മണിക്കൂർ കൊണ്ട് ടൈം ഷോർട്ട് ചെയ്യണത് കൃപയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കൃപയെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ നമ്മളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ അതാണ് കൃപ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം പറഞ്ഞ്, അതായത് ഷി വാസ് ടോട്ടലി എൻഗ്രേസ്ഡ്. കൃപ നിറഞ്ഞ ഒരു സിറ്റുവേഷനിൽ അവൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു വാക്ക്, വചനം പറഞ്ഞു. എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ ബാക്കി പറ. എനിക്ക് എല്ലാം ചെയ്യാൻ വഴി. അത് കൃപയ്ക്കുള്ള ഗുണവതാണ്. കൃപ എന്ന് പറയുന്നത് ശക്തി തന്നെയാണ്, ശക്തി തന്നെയാണ്. കൃപയ്ക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ശക്തി എന്ന് കൂടിയാണ്. കരുണയെന്ന് ഉപയോഗിക്കും, ശക്തി എന്ന് ഉപയോഗിക്കും. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർഫുള്ളാവും. അതാണ് ഫിലിപ്പിയർ 4:13. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഫിലിപ്പി 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും ജീവിതത്തിലെ. ഭർത്താവ് മരിച്ച്, കുഞ്ഞിന് രോഗമാണ്, നമ്മൾ നിസ്സഹായം നിൽക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് സാമ്പത്തിക കടമാണ്, വീട്ടിൽ എപ്പോഴും ഫോൺ എടുക്കാൻ പോലും എനിക്ക് പേടിയാണ്. ഫോണ് കടക്കാരെന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ്. എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ, കണ്ണ് തുറക്കുമ്പോൾ തന്നെ പേടിയാണ്. ഇന്ന് ആരൊക്കെയാണ് വന്ന് വീട്ടിൽ ശല്യപ്പെടുത്താൻ പോണത്, നാട്ടുകാരുടെ മുമ്പ് അപമാനപ്പെടാൻ പോണത്, എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നണില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ബൈബിൾ നിന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റണത്. അതാരാണ്? ഫിലിപ്പിയർ 4:13. എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞ ആളാരാണെന്ന് അറിയാവോ? ഒരു ദീപ്തിയാണ് പറഞ്ഞിരിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന്. ഇന്നലത്തെ സാക്ഷിയാണ് ദീപ്തി. ബാംഗ്ലൂരിൻ്റെ ഇന്നലത്തെ സാക്ഷി ഇന്ന് അപ്പ് ചെയ്യുന്നുണ്ടത്. ദീപ്തിയുടെ പ്രശ്നം നിങ്ങൾ കേൾക്കണം. അതായത് ദീപ്തി ഒരു നല്ല ഓഫീസർ, ഗവൺമെൻറ് ഓഫീസറാണ്. എനിക്കുള്ളത് 50,000 രൂപയോ അല്ലെങ്കിൽ 75 രൂപ എങ്ങനെയൊക്കെ ശമ്പളമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസറിൻ്റെ പ്രശ്നം എന്താ? അല്ല, ഈ കമ്പനി സ്റ്റാഫിൻ്റെ പ്രശ്നം എന്താ? അവർ ഭർത്താവും ഭാര്യയും
തമ്മിൽ തമ്മിൽ യോജിക്കണില്ല. യോജിക്കാത്തതിന് കാരണം ഭർത്താവ് എപ്പോഴും ഇവരെ ഹെറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്ന് ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര വീട്ടിൽ വന്ന് കയറിയാൽ ഇവർ തമ്മിൽ ഉടക്കാണ് ഓരോ കാര്യങ്ങൾക്ക്. അപ്പം ജീവിക്കാൻ തന്നെ ഇവർക്ക് തോന്നണില്ല. അപ്പോൾ ഭർത്താവിനാണ് എപ്പോഴും വയലൻ്റ് ആകുകയും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്വഭാവം കാണിക്കുകയും ഭാര്യയുടെ കടുത്തേക്ക് കയറുകയും കുടുംബം കുട്ടിച്ചോറാകുകയും ചെയ്യുമ്പോൾ വീട്ടുകാർ കൊണ്ട് ഭർത്താവിനെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള നല്ല സൈക്കാട്രിയിൽ കൊണ്ടുപോകും. ഇപ്പോൾ 1 മണിക്കൂറിന് ടോക്ക് കൗൺസിലിംഗ് ആണുള്ളത്. അവിടെ സംസാരിച്ച് ഹീൽ ചെയ്യണതാണ്. 1 മണിക്കൂറിന് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2500 രൂപയാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ഹസ്ബൻഡിനെ തെറാപ്പി ഉൾപ്പെടെ ടോക്ക് ചികിത്സ, സംസാര ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് അവസാനം ഒരു 2-3 സിറ്റിംഗ് കഴിയും. അങ്ങനെ 7500 രൂപ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി ഭർത്താവിൻ്റെ മാനസിക അസുഖം മാറാൻ വേണ്ടി, ഡിപ്രഷൻ മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അവസാനം കൗൺസിലർ പറയും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയാണ്. ഓക്കെ, കാര്യം നമ്മൾ പോകണ്ടല്ലേ. ഈ ഇത്രയും ചികിത്സ കഴിഞ്ഞപ്പോൾ ഒരു സംഭവം കണ്ടുപിടിച്ച് കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനവും ഇയാളുടെ മാനസിക രോഗത്തിനെല്ലാം കാരണം ആരാണ്? ഭാര്യയാണ്. ഭാര്യ വീട്ടിലില്ലേ, അവർ മിക്കവാറും ഓഫീസിലായിരിക്കും. അപ്പോൾ വീട്ടുകാരെല്ലാം കൂടി ഭാര്യയുടെ കടുത്തേക്ക് കയറി. അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ടെൻഷനായി. ഇവർക്ക് ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, എല്ലാം പോവില്ല. ഇവളെയും കൊണ്ട് വേറെ സൈക്കാട്രിസ്റ്റിനടുത്ത് കാണിച്ച്, ഓരോ മനുഷ്യന്മാർ ഈ കാലത്ത് ജീവിക്കണതാണ്. വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ചില ആൾക്കാർക്ക് വിശ്വാസം കൂടും, ചിലർക്ക് വിദ്യാഭ്യാസം കൂടും. വിദ്യാഭ്യാസം കൂടിയവർ ആ മേഖലയിലെ ചിന്തിക്കത്തുള്ളൂ. ഇത് മാനസിക പ്രശ്നമാണ്, അതിന് സൈക്കാട്രിയിലാണ് പോകേണ്ടതെന്ന്. എൻ്റെ ദൈവമേ, സഭയുടെ ഗതികേട് ഇപ്പോൾ ഇത് തന്നെയാണ്. സഭയിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ സഭയ്ക്ക് അഭിഷേകം കൊടുത്തിട്ടുണ്ട്. പട്ടത്തിൻ്റെ കൗൺസിലിംഗിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഉപദേശപരം എന്ന് പറയുന്നത്. അതിന് 2500 രൂപ ആവശ്യമില്ല, ചുമ്മാ കണ്ടാൽ മതി, വിശ്വാസം മാത്രം മതി. സഭയ്ക്ക് ആ സാധനം ചില അച്ഛന്മാർക്ക് നഷ്ടപ്പെടുകയും അവന്മാർ പോയി സൈക്കോളജി കൗൺസിലിംഗ് പഠിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ ഇപ്പോൾ ആ രീതിയിലാണ് ഉദ്ധരിക്കാൻ പോണത്. ക്രിസ്തുവിനെ കിട്ടുമോ? അവർക്ക് ഉദ്ധരിക്കാൻ പറ്റുമായിരിക്കും, അവർക്ക് ക്രിസ്തുവിനെ കിട്ടുക. സഭയ്ക്ക് അങ്ങനെ കേവല ഉദ്ധാരണത്തിനൊന്നുമല്ല സഭ ഉണ്ടാക്കിയിരിക്കുന്നത്, ക്രിസ്തുവിനെ കൊടുക്കാനാണ്. അതാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവനാണ് നീ, പ്രഷർ എടുക്കുന്നവനാണ്, പക്ഷെ നീ എൻ്റെ അടുത്ത് വരണം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇപ്പോൾ എന്നാ പറ്റിയിരിക്കണ, ഭാര്യയും ഭർത്താവും ഓരോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൗൺസിലിങ്ങിന് വേണ്ടി. എന്തിനാണ്? വീട്ടു പ്രശ്നത്തിന് വേണ്ടി. പക്ഷെ അവിടെ ഒന്നും താക്കോല് കിട്ടണില്ല, ഇത് തുറക്കാനുള്ള താക്കോലില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ബൈ ചാൻസ് ആയിട്ടൊരു ഉടമ്പടി ധ്യാനം കൂടാൻ തയ്യാറായി. ഓൺലൈനിലൊരു ഉടമ്പടി ധ്യാനം കൂടി. അപ്പോൾ അവർ പറയണത്, ഒരു ധ്യാനം കൂടിയപ്പോൾ നിവൃത്തിയിൽ കേടായി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു, ഇത് ആരും പറഞ്ഞതല്ല, മൊബൈലേ വന്നപ്പോൾ അവർ കേട്ടതാ. കേട്ട ഉടനെ ഉടമ്പടി ധ്യാനത്തെ അറിയാമല്ലോ, അതിൻ്റെതായിട്ടുള്ള അഭിഷേകം ഉണ്ടാകും എപ്പോഴും. ഈ അഭിഷേകത്തിൽ ഇവർ ട്രാങ്കുലിറ്റി ഫീൽ ചെയ്തു. ഇവർക്ക് ആ സാക്ഷ്യം നിങ്ങൾ ഇന്ന് കേൾക്കണം, ഇന്ന് അപ്പു ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഇവർ എത്രയോ ദിവസങ്ങളായി ഹൃദയത്തിൽ ഭാരവും കൊണ്ട്
5-10 ടൺ ഇങ്ങനെ ഹൃദയത്തിൽ ഇരിക്കണം, നിങ്ങുന്ന അവസ്ഥയാണ്. ഉറക്കമില്ലാതെ, സമാധാനമില്ലാതെ, ഭർത്താവും ഭാര്യയും തമ്മിൽ ധാരണയില്ലാതെ, എപ്പോഴും ഒരു വിഷയം. അപ്പോൾ ഉടനെ ഇവരെന്ത്, ഇപ്പം ഈ ഒറ്റ ധ്യാനം കൊണ്ട് ഇവർക്കൊരു അഭവമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇവരതിനെ പറയണത് സാന്നിധ്യം എന്നാണ് പറയുന്നത്. സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കണത്, എനിക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ മനസ്സിൽ കിട്ടി ആ ധ്യാനം കൂടിയപ്പോൾ. അപ്പോഴാ ധ്യാനത്തിൽ എന്നിട്ട് അപ്പോഴെനിക്ക് മതി, ഇറ്റ്സ് ഓക്കെ, ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവള് ധ്യാനങ്ങൾ കൂടി. അപ്പോൾ എൻ്റെ ധ്യാനം കൂടി, വിജയകുമാർ സാറിൻ്റെ ധ്യാനം കൂടി. അങ്ങനെ അവരിതിൻ്റെ അകത്ത്, അപ്പോൾ ഇവള് പറഞ്ഞ്, പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഈ ധ്യാനം കൂടാൻ കാരണം, ധ്യാനം കൂടുന്ന സമയത്ത് ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ധ്യാനം കണ്ടപ്പോൾ, ധ്യാനം അവർക്കൊരു ആന്തരികമായൊരു ഫീലിംഗ് കൊടുത്തപ്പോൾ അവരാദ്യം ചെയ്തത് എന്താണ്, ബാംഗ്ലൂരല്ലേ, ഇവിടം വരെ പെട്ടെന്ന് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു ഫസ്റ്റ് സംഭവം നടന്ന് എന്താണ്, ഒരു പ്രസൻസ് ഫീൽ ചെയ്തു. ആദ്യം ആശ്വാസം, ധ്യാനം കൂടിയപ്പോൾ ആശ്വാസമാണ് തോന്നിയത്. അതിൻ്റെ ഒരു പ്രോസസ്സിങ് നോക്കണം, നല്ല രസമാണ്. ധ്യാനം കൂടിയപ്പോൾ അവർക്ക് ആശ്വാസം തോന്നി. പിന്നെ എന്ത് ചെയ്തു, അവരോട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവർക്കുണ്ടായ മാറ്റം, ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആരോ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയണേ. ഞാൻ സംസാരിക്കുന്നവരൊക്കെ എന്നോട് പറയണേ, നിൻ്റെ ഉള്ളിൽ എന്തോ ദൈവികത ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ. അവർ ആ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അതിൻ്റെ കണ്ടീഷൻസ് ആൻഡ് ടേംസ് എല്ലാം കൃത്യമായിട്ട് നോക്കിയാണ് ഫോളോ ചെയ്യണത്. ഫോളോ ചെയ്യണ സമയത്ത് അവൾ ചെയ്ത കാര്യം, ഈ പ്രസൻസ് നിലനിർത്താൻ വേണ്ടി പിന്നെ അടുത്ത നടപടി എന്താണെന്നാണ് ഇവിടെ ചിന്ത. ഓൺലൈൻ ഉടമ്പടിയിൽ പ്രസൻസ് കിട്ടി, സാന്നിധ്യം കിട്ടി ദൈവത്തിൻ്റെ. അപ്പോൾ ഒരു ശക്തിയും കിട്ടുമല്ല, മറ്റത് ആശ്വാസം മാത്രമാണ് കിട്ടിയത്. ഇപ്പം ശക്തിയും കിട്ടി. അപ്പോൾ ഇനി അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇത് നല്ലൊരു പരിപാടി, നല്ലൊരു പാക്കേജാണ്. ഇനി ഈ ശക്തി എപ്പോഴും ഇങ്ങനെ സാന്നിധ്യം നിലനിർത്താൻ എന്താണ് പരിപാടിയെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഈ സാന്നിധ്യം അവളുടെ ഉള്ളിൽ നിന്ന് പോയി. സാന്നിധ്യം പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, എൻ്റെ പാപങ്ങൾ കൊണ്ടായിരിക്കും സാന്നിധ്യം പോയി. ഇവിടെയാണ് പാപത്തിൻ്റെ വിഷയം നമ്മൾ റെഫർ ചെയ്യണത്. ഇവിടെയാണ് ഈ പ്രസൻസും സിൻഫുൾനെസ്സും ഒരുമിച്ച് പോകത്തില്ല. നമുക്ക് സിൻഫുൾനെസ് ഉണ്ടെങ്കിൽ പ്രസൻസ് ഉണ്ടാകാൻ ഫീൽ ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? ഉടമ്പടി വരുന്നൊരു വിഷയം, പാപത്തെ നമുക്കങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഉടമ്പടിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി വരുമ്പോൾ ഉടമ്പടിയിൽ വരണത് ഒന്ന് വചനത്തിൻ്റെ ആശ്വാസം ഉണ്ടാവും, രണ്ടാമത്തത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. പക്ഷെ സാന്നിധ്യം അങ്ങനെ നിലനിൽക്കത്തില്ല. കാര്യം എന്താണ്, നമുക്ക് പാപാവസ്ഥ ഉണ്ടെങ്കിൽ സാന്നിധ്യം നിലനിൽക്കത്തില്ല. അപ്പം നിങ്ങൾ അക്രൈസ്തവരായിട്ടുള്ള സഹോദരൻ ഓർത്തും, ഞങ്ങൾ പാപാവസ്ഥയ്ക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കംപ്ലീറ്റായിട്ട് പാപത്തെ ഉപേക്ഷിക്കണം. നിങ്ങൾ പാപത്തെ എന്തിനാണ്, പാപം കൊണ്ടുനടക്കാൻ എന്തിനാണ്? അപ്പോൾ പാപം എന്താണെന്ന് അറിയണം. നിങ്ങൾ പാപത്തെ നിങ്ങളെ വിശുദ്ധിയിലേക്ക് വരണം, അല്ലെങ്കിൽ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഒരു ഡിമിനിഷിങ് ഉണ്ടാവും. നിങ്ങൾക്ക് കുമ്പസാരിക്കാനും കൂദാശമൊന്നും ഇല്ലല്ലോ. അപ്പോഴേ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പാപാവസ്ഥ മാറ്റിയിട്ട്, പാപാവസ്ഥ എന്തിനാണ് മാറ്റേണ്ടത്? വരപ്രസാദ അവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയാണ്. വിശ്വാസത്താൽ നിങ്ങൾക്ക് ചെയ്തികൾ കൊണ്ടും വരപ്രസാദാവസ്ഥ, ഒരു കേവല വരപ്രസാദാവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അത് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഈ മോൾക്കുണ്ടാകുന്ന പ്രശ്നം അതല്ല. അവർ നോൺ ക്രിസ്ത്യനല്ല, അവർ ക്രിസ്ത്യനാണ്, പക്ഷെ മാർത്തോമൈസാണ്. അതാണ് വിഷയം. അപ്പോൾ അവർക്ക് കുമ്പസാരമില്ല. അവൾ പറയുന്നുണ്ട്, ഞാൻ കത്തോലിക്കയിലാണ് കെട്ടിയിരിക്കണമെങ്കിലും മനസ്സുകൊണ്ട് മാർത്തോമയായിട്ടാണ് ജീവിക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുമ്പസാരമില്ല, എൻ്റെ സഭയിലും കുമ്പസാരമില്ല, നോട്ട് കമ്പൽസറി. ഇപ്പം ഞാൻ കുമ്പസാരിക്കാറില്ല. അപ്പോൾ പക്ഷേ ഈ എനിക്ക് ഉടമ്പടിയിലൂടെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച വരപ്രസാദത്തിലൂടെ വന്ന ആ പ്രസൻസില്ലേ, അത് നിലനിർത്താൻ വേണ്ടി ഞാൻ പോയി കുമ്പസാരിച്ച്. കല്യാണത്തിന് കുമ്പസാരിച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം കുമ്പസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, പാപം നിലനിൽക്കുന്നുണ്ടല്ലോ.
കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥനയല്ല, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞ്. അതവൾ ഓർത്തിരുന്നു. അപ്പോഴവൾ വിചാരിച്ച് ചെല്ലണ പ്രാർത്ഥന, ഇപ്പോൾ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്നൊക്കെ പറഞ്ഞ് മനസ്സാപ്പറയണമൊക്കെ നമ്മൾ ചെല്ലിയിട്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞാൽ പറയുക എന്നൊക്കെ ചെല്ലിയിട്ട് പ്രായച്ചിത്വം ചെല്ലും. അപ്പം അച്ഛൻ പറഞ്ഞ് അതുകൊണ്ട് ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം? ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കുറേ ആൾക്കാർക്ക് പണ്ട് എന്തോ എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ അവരെല്ലാം പരീക്ഷയ്ക്ക് പൈസ അടച്ചിട്ടുണ്ട്, പഠനത്തിന് പൈസ അടച്ചിട്ടുണ്ട്, പലർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇവർക്കിപ്പോൾ നല്ല നിലയാണ്, ശമ്പളമൊക്കെ ആവശ്യത്തിനുണ്ട്, പക്ഷേ പഴയ കടക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ കടങ്ങൾ കിടക്കുന്നിടത്തോളം കാലം, പാപങ്ങൾ കിടക്കുന്നിടത്തോളം കാലം വരപ്രസാദം ഫീൽ ചെയ്യാതെ വരും. ഇത് നിങ്ങൾ ഉടമ്പടിക്കാർ എല്ലാവരും കേൾക്കേണ്ട ധ്യാനമാണിത്. ആണായാലും പെണ്ണായാലും ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം സൗജന്യമാണ്. പക്ഷെ നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളത് അനദർ കേസാണ്. നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെയെങ്കിലും നമ്മൾക്ക് അനുതാപത്തിൻ്റെ മേഖലയുണ്ടെങ്കിൽ, ഞങ്ങൾ അക്രൈസ്തവരാണ്, ഞങ്ങൾക്ക് അബോർഷൻ ചെയ്യണതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒറ്റ നടക്ക് പോകത്തില്ല. ദൈവപ്രസാദത്തിന് വേണ്ടി ദൈവം എന്ന് കൽപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ ഇവിടെയാണ് ശക്തമാകണത്. എന്താണ്? കൊല്ലരുത്. ക്രിസ്തുവിൻ്റെ വരപ്രസാദം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിച്ചിട്ട് ക്രിസ്തുവിൻ്റെ വരപ്രസാദം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മസിൽ പെരുപ്പിച്ച് നടന്നിട്ട് കഥയില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ ലഭിക്കുന്ന വരപ്രസാദത്തിന് അന്വേഷണീയമായ വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. വചനം പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയോട് ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ, കരുണയിൻ സാഗരമേ, ശോകക്കൂടും വെയിലേറിടുമ്പോ, മേഘത്തിൻ തണലൂറി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലൂറി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുക, കൃപയരുക, അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയിൽ ദൈവകൃപ കരുക. ഈ ഭൂവിലൻ യാത്രയിൽ